സദ്യയുടെ കൂടെ കിട്ടുന്ന ചെറുതാക്കി എറിഞ്ഞ മാങ്ങാച്ചാറില്ലേ, അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കട്ടെ. സേലം മാങ്ങ എടുത്തിട്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത മാങ്ങയ്ക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കായം പൊടി, നല്ല സാമ്പാർ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി മിക്സ് ആക്കുക. അത് എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കുക. അതിനുശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കട്ടോ. വിനാഗിരി പാകത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചേർത്തുകൊണ്ട് അച്ചാർ പൊടിയാണ്. ഉലുവ കടുകൊക്കെ എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഇതിലും ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ കുഴച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഇപ്പോൾ സാധനം സെറ്റാണ് കേട്ടോ. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നല്ല എണ്ണയിലോ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതിൽ ഇട്ട് കൊടുത്താൽ ഇതിലും ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.